ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഫുഡ്സ് ആൻഡ് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാൻ പോണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാമി ബിരിയാണി. വേൾഡ് ഫേമസ് ആണെന്ന് പറയുന്നത് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുക്കിംഗ് പറഞ്ഞിട്ടേ ശരിയാ. അതിലേക്ക് ജീരകം നമ്മൾ കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോകണം ആദ്യം. അത് കഴിഞ്ഞാൽ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ് ചെയ്ത് ഇനി ഇതിലേക്ക് മല്ലി ഇല, അത് കഴിഞ്ഞ് മിൻറ്റ് ലീഫ് കുറച്ച് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് നെയ്യ്, മിക്സ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും. അവിടെ ഇരിക്കൂ കുഞ്ഞു, വീഴും. കാണിച്ചു തരാം. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തു. മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് പച്ചമുളക്, കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് അതിലേക്ക് ലെമൺ, കട്ട് ചെയ്ത് വെച്ച ലെമൺ നമ്മൾ ചേർക്കാൻ പോവാണ്. അതെന്ത് പപ്പ? ശരി, നീ ഇരിക്കോളെ, വീഴണ്ട. ഒരു പീസ് ചേർക്കും. എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വിടുക. അതിനുശേഷം നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നു മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ, അതിനുശേഷം മുളക് പൊടി, ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർത്തു. അത് കഴിഞ്ഞ് ചിക്കൻ മസാല ചേർത്തു. ബിരിയാണി മസാല
കൂടിയും ചേർത്തു. ബിരിയാണി മസാലയും ചേർത്ത് ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് സ്പൈസസ് കുറച്ച് ചേർത്ത് വിടുക. പിന്നെ കാഷ്യൂനട്ട് ചേർക്കുക. എന്നിട്ട് അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ കുറച്ച് ആഡ് ചെയ്യണം. വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ഫ്രൈഡ് ഓണിയൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഇത് കൂടി നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തിട്ട് പാപ്പ എടുത്തിട്ടോ. സാൾട്ട് ചേർക്കണം. ഇനി അതെന്താ അത്? ആവശ്യത്തിന് സാൾട്ട്. ഉപ്പിടാ, സാൾട്ട്, അതിലേക്ക് കേട്, തൈര്, ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 1 hour അങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇനി റൈസ് ഇതിന് ആവണേന്, ഇത് മാഗ്നേറ്റ് ആവണേന് മുന്നേ നമുക്ക് അതെടുക്കാം. റൈസ് കുക്ക് ചെയ്യാം നമുക്ക്. കാണാം. അപ്പോൾ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാദ്യം സ്പൈസസ് കുറച്ച് ഇട്ട് അതിനുശേഷം
വെള്ളം എടുത്തതിന് ശേഷം വെള്ളത്തര ജാതിക്കത്തിന് ഒന്നും അങ്ങനെ ഇട്ടിരിക്കുന്നേ. സാൾട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് റൈസിന് വേണ്ടത്. എന്നിട്ട് നമ്മൾ അടച്ചു വെക്കുക, അടച്ചു വെച്ച് വെള്ളം തിളപ്പിക്കുക. അതിന് ശേഷം നമുക്ക് റൈസ് ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അരി ബസ്മതി റൈസ്, ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൈസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഈ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കന് മേലെ നമ്മൾ വേവിക്കാൻ പോകും. ഇത് അവിടെ അടുപ്പിൽ വെക്കും. ആ പാത്രം അങ്ങോട്ട് നീക്കിയിട്ട് ഇവിടെ നിഴൽ തട്ടുന്നു, എനിക്ക് കാണുന്നില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നത് കുറച്ച് പോയിട്ടുണ്ട്, നല്ലത് അറിയില്ല. ഇപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ സാഫ്രോൺ വാട്ടർ ഇട്ടിട്ടുണ്ട്. മല്ലി ലീഫ്, മല്ലിയില, mint leaf. പിന്നെ ഫ്രൈഡ് ഓണിയൻ. Fried onion.
ഗീ നെയ്യ് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. കാഷ്യൂനട്ട് മുന്തിരി നിനക്ക് വേണോ? അതാ മതി മതി. യെസ്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ ദമ്മിടാൻ പോകണം. നമ്മളിതിൻ്റെ മേലെ വെയിറ്റായ ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് വല്ല വെയിറ്റ് ഒരു പാത്രമോ അങ്ങനെ എന്തെങ്കിലും വെയിറ്റിൽ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിച്ചെടുത്ത ബിരിയാണി റെഡി. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു, ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് സെർവ് ചെയ്യാം. കഴിക്ക്. ടേസ്റ്റ് ചെയ്തോ? അവൻ ചെയ്തു. കേട്ടാ ചാരും കൂടി നീക്കിയിരിക്കും. അപ്പോൾ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നോക്കി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നോക്കണ കുഞ്ഞു കഴിച്ചാ? സൂപ്പറാ. നന്നായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. എങ്ങനെയുണ്ട് ബിരിയാണി? ക്യാപ്പ് നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ വരുന്നവരെ ബൈ. വിഹാൻ ബൈ. ബൈ പറയും, ബൈ പറയും. ചൂട് ബൈ പറയും. വിഹാൻ ബൈ.